പ്രഭാഷണം അഷ്ടമസ്കന്ധത്തില് 23-ാമത്തെ അധ്യായം വാമനചരിത്രത്തിലുള്ള അതിൻ്റെ അവസാനത്തെ അധ്യായം. നമുക്ക് നമ്മുടെ ഈ ഭാഗവത കുടുംബത്തിൽ സ്ഥിരമായിട്ട് എന്നുള്ളത് പോലെ തന്നെ ഉപാസനയിലും അതുപോലെ തന്നെ എല്ലാ സപ്താഹങ്ങളിലും ഒക്കെ പൂർണ്ണമായിട്ട് ഉള്ള ലതാകൃഷ്ണൻ ചെന്നൈ ആണ് നമുക്ക് പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ സപ്താഹത്തിന് നമ്മളെ കോരിത്തരിപ്പിച്ചതാണ് അല്ലേ, ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. എന്തായാലും ഇത്തവണ ഭഗവാൻ എവിടെയല്ലാത്തൊരധ്യായം കൊടുത്തത്, എങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. ഭാഗവതത്തിലെ ഏത് പാദം പോലും അതിൽ മുഴുവൻ ഭക്തി ഊറി നിൽക്കുന്നു അവിടെ. അതുകൊണ്ട് എല്ലാം മണിമുത്തുകൾ നമുക്ക് ആ അമ്മയുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സുസ്വാഗതം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശംഖുണ്ടിടത്ത് വലമേയൊരു ചക്രമുണ്ട്, കാലിൽ ചിലമ്പു തലമുത്ത് വടംകഴുത്തിലോടിട്ടു വന്ന് കുടികൊണ്ട് കുമാരനെല്ലൂർ കാത്യായനീ ശരണമെന്നിതാ കൈതൊഴുന്നേൻ. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി മാതാ ച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്തശ്ച സ്വദേശോ ഭുവനത്രയം. ജനകായ നമഃ. ജനന്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പ. അപ്പോ നമ്മൾ അഷ്ടമസ്കന്ധത്തിലാണ് എത്തി നിൽക്കുന്നത്. അതിനു മുമ്പുള്ളതെല്ലാം നമ്മൾ കേട്ടു. അഷ്ടമസ്കന്ധത്തിലെ 23-ാമത്തെ അധ്യായമാണ് ഇപ്പൊ നമ്മൾ കേൾക്കാനുള്ളത്. വാമന അവതാരത്തിന്റെ ഭാഗങ്ങൾ ഉപസംഹരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഏകദേശം ഒരു 3-4 കാര്യമാണ് ഉള്ളത്, 4-5 കാര്യമായിട്ട്. ആദ്യം സുതലത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇന്ദ്രസേന മഹാരാജാവ് ബലിയെ മഹാബലിയാക്കി ഭഗവാൻ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് ആ അധ്യായത്തിൽ പറയുന്നത്. അതിനുശേഷം അവതാര ദൗത്യമായ സ്വർഗം അല്ലെ, അതിഥി ദേവിക്ക് സന്തോഷിക്കാനായിട്ട് ദേവന്മാർക്ക് സ്വർഗം വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുന്നതാണ് ഒരു ഭാഗം. പിന്നെയോ ആ ഛിദ്രമായി പോയ ആ യജ്ഞം പൂർത്തീകരിക്കാനായിക്കൊണ്ട് ശുക്രാചാര്യരോട് പറയുന്നു. പിന്നെ പ്രഹ്ലാദ സ്തുതിയുണ്ട്, ഭക്തശിരോമണിയായ പ്രഹ്ലാദ സ്തുതിയുണ്ട്. എന്നിട്ടോ എല്ലാം കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഒന്നും ഭാഗവതത്തില് ഫലശ്രുതിയായിട്ട് പറഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ വാമന ചരിത്രത്തിന് ഫലശ്രുതി ഉണ്ട്, അതും ഈ അധ്യായത്തിൽ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ശ്രീ ശുക ബ്രഹ്മർഷി ആർക്കാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്? ഉത്തമ ശ്രോതാവായ പരീക്ഷിത് മഹാരാജാവിനാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് സുഖ സമൃദ്ധിയിൽ നിന്നും എന്താണോ അത് മുഴുവൻ ത്യജിച്ചിട്ട് പ്രായോപവേശം ചെയ്തിരിക്കുന്ന ആളാണ്. എല്ലാ സമൃദ്ധിയിൽ നിന്നും അല്ലെ, താൻ ചെയ്തു പോയ ഒരു തെറ്റ് കാരണം, ആകെ വലിയ തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു പോയ ഒരു തെറ്റിന് കിട്ടിയ ശിക്ഷയ്ക്ക് നമ്മൾ ഇന്നലെയൊക്കെ കേട്ടു ചിത്രകേതു ഉപാഖ്യാനത്തില്. ചിത്രകേതു ദേവി ശപിച്ചപ്പോൾ അവിടെ പതറിയില്ല, അതിന് ഒരു ശാപമോക്ഷം ഒട്ട് ചോദിച്ചുമില്ല. അതേമാതിരി ഉത്തമ പുരുഷൻ
മാരിൽ ഒരാളാണല്ലോ അല്ലെ പരീക്ഷിത്ത്. പരീക്ഷിത്ത് പിന്നെ അത് എങ്ങനെ എനിക്കത് റിവേഴ്സ് ചെയ്യാം എന്ന് നോക്കിപ്പോയില്ല. എന്ത് ചെയ്തു? എല്ലാ സമൃദ്ധിയിൽ നിന്നും വിട്ട് ഗംഗാതീരത്തെ പ്രായോപവേശം ചെയ്ത്, അപ്പോ എതിർച്ചയാ ശുഖബ്രഹ്മം അവിടെ വന്ന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ എല്ലാം അത് അനുഗ്രഹമാണോ നിഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ അത് അനുഗ്രഹമായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അതേപോലെ ഏകദേശം അതേപോലെയുള്ള ഒരു സിറ്റുവേഷനിലാണ് മഹാബലി ഇരിക്കുന്നത് അല്ലെ. അങ്ങനെ ബന്ധനസ്ഥനാണ്. അപ്പോ നിഗ്രഹമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞിരിക്കുന്ന ആ സമയത്ത് ആ കഥ ശുഖബ്രഹ്മത്തിന് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാനായിട്ട് വളരെ സന്തോഷം ഉണ്ടായിരിക്കണം എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം അല്ലെ. അപ്പോൾ ഈ സ്പോട്ട് ഇപ്പൊ എങ്ങനെയാണ് ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അധ്യായത്തിൽ തുടങ്ങുന്നത് ഭഗവാൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ ആനന്ദാശ്രുകൾ ഗദ്ഗദം, നമുക്ക് സന്തോഷം വന്നാലും പിന്നെ വാക്കുകൾ വരില്ല അല്ലെ. അപ്പോ ആ വാക്കുകൾ വരാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് മഹാബലി ഉള്ളതല്ലേ. അപ്പോ മഹാബലിയോട് ഈ ശുക്രാചാര്യർ ഇങ്ങനെ പറയുകയാണ്, ഭഗവാന്റെ ഈ അനുഗ്രഹ വർഷം എല്ലാം കണ്ടിട്ട് ബന്ധനസ്ഥനായിരിക്കുന്ന മഹാബലി എന്ത് ചെയ്യാണ്? ഭഗവാനെ നമസ്കരിക്കാനായിട്ട് മുതിരുകയാണ്. പക്ഷെ ബന്ധനസ്ഥനായതുകൊണ്ട്, വരുണപാശത്താൽ ബന്ധനസ്ഥനാണ്. ആ ബന്ധനത്തിൽ ഇരിക്കുന്ന കാരണം മനസ്സാ മാത്രമേ നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ. അങ്ങനെ മനസ്സാ നമസ്കരിക്കണം. പിന്നെ ശുക്രാചാര്യര് പറഞ്ഞല്ലോ അല്ലെ, ഇത് വന്നത് മായാവിയായ ഹരിയാണ്, നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അതിനെ എതിർത്തുകൊണ്ടാണ് ദാനം കൊടുത്തത് അല്ലെ. അപ്പോ ഗുരുവിന്റെ വാക്യം കേട്ടില്ല. അപ്പോ അവിടെ ഗുരുവിന്റെ ശാപം അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ശുക്രാചാര്യരും അവിടെ ഉള്ള കാരണം വാമനമൂർത്തിയെ നമസ്കാരം ചെയ്യുക എന്നുള്ളത് ശ്രീ ശുഖ ബ്രഹ്മർഷി പറയാണ്, മഹാബലിക്ക് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഒരു പിന്നെ ഇന്ദ്രസേന മഹാരാജാവ് അവിടെ ഹെസിറ്റേറ്റ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും മനസ്സുകൊണ്ട് അദ്ദേഹം സാഷ്ടാംഗമായിട്ട് നമസ്കരിച്ചു എന്ന് പറയുകയാണ്. അപ്പോ നമ്മൾ അവിടെ അറിയണം, ഇപ്പോ പറയാറുണ്ടല്ലോ, ഇപ്പോ എന്നിട്ട് ഈ അനുഗ്രഹ വർഷമൊക്കെ കണ്ട കാരണം മഹാബലി പറയാണ്, ഞാനിങ്ങനെ ഭഗവാനെ ഒന്ന് നമസ്കരിക്കണമെന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഇങ്ങനെ ഭഗവാൻ എന്നെ അനുഗ്രഹം ചൊരിഞ്ഞു തന്നു അല്ലെ. അപ്പോ സാധാരണ പിന്നെ നല്ല ഭക്തന്മാർ ഭഗവാനെ നമസ്കരിച്ചാലുണ്ടെങ്കിൽ അവരുടെ പിന്നെ അവർക്ക് എന്തൊക്കെയാണ് ഭഗവാൻ കൊടുക്കില്ല, തന്നെ കൊടുക്കും എന്ന് പറയല്ലേ. അപ്പോ ഇതിനെ നമുക്കറിയാം, നമ്രാനാം സന്നിധത്തെ സതതമപി അനഭ്യർത്ഥിതാനബി അല്ലെ. അഭ്യർത്ഥിക്കൊന്നും വേണ്ട, എന്നിരുന്നാലും ഭഗവാൻ അവിടെ വരും, പിന്നെ സന്നിധമാകും. എപ്പോ? സതതം അനവരതം സന്നിധരാകും അല്ലെ. ഭക്തന്മാർക്ക് സഹായിക്കാനായിട്ട് ഭഗവാൻ എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് നാരായണ ഭട്ടതിരി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതങ്ങനെ ആ ഒരു ഇതിലിരിക്കുമ്പോ, പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് വിചാരിക്കാനുള്ളത്, നോക്കാനുള്ളത് എന്ന് പറഞ്ഞാല് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് എന്താണ്? ഭാവഗ്രാഹി ജനാർദ്ദന അല്ലെ. അപ്പോ ഭഗവാൻ എന്താ നോക്കുക? ഒരു ഭക്തന്റെ മനസ്സിലുള്ള ഭാവമാണ് ഭഗവാൻ നോക്കുക. അപ്പോ പിന്നെ ഇന്ദ്രസേന മഹാരാജാവ് ശരിക്കും ഭഗവാനെ നമസ്കരിച്ചു അല്ലെ. ശരിക്കും നമസ്കരിച്ചു, മനസ്സാ നമസ്കരിച്ചു. അപ്പോ ശരിക്കും പുറത്തുള്ള ഒരു കാര്യത്തിനല്ല ഭഗവാൻ കൊടുക്കുക, നമ്മൾ ഉള്ളിൽ എന്താണ് വിചാരിക്കുന്നത് അതിനാണ് ഭഗവാൻ പിന്നെ അത് എടുക്കുള്ളൂ അല്ലെ. അപ്പൊ ഇനി നമ്മൾ കാണും, ഇപ്പൊ സുദാമാവ് കൃഷ്ണദർശനം എല്ലാം കഴിഞ്ഞിട്ട് സുദാമനെ അറിയില്ല, ഭഗവാനോട് ഞാനൊന്നും ചോദിച്ചില്ല, ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ ഭഗവാന്റെ കാരുണ്യം നമ്മൾ അവിടെയും കാണും. അപ്പോ വരുമ്പോ പറയും, സുദാമാവിന്റെ ധർമ്മപത്നി പറയും കേട്ടോ, മനസ്സാ പരിശസ്വജേ എന്ന് പറയും. അപ്പോ ഈ മാനസികമായി ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും വളരെ നല്ല ഒരു പ്രതിഫലമാണ്, ഫലമാണ്. അപ്പോ ഇപ്പൊ ഞങ്ങള് എന്ത് ഭഗവാന്റെ ഈ അപാര കരുണയ്ക്കായിട്ട് പാത്രീഭൂതരാവാൻ ഞങ്ങൾ എന്താണ് ഭഗവാനെ ഞാൻ ചെയ്തിട്ടുള്ളത്? ഞങ്ങളോട് നല്ല ഉന്നതകുല ജാതരല്ല, പക്ഷെ നമ്മൾ ചെയ്തതെല്ലാമേ അത്രയൊന്നും വലിയ മഹത്തായ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ തപസ് ചെയ്തോ ദാനം ചെയ്തോ അങ്ങനെയൊന്നും ചെയ്ത മഹാമുനീശ്വരന്മാർക്ക് പോലും കിട്ടാത്ത കാര്യം ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച് തന്നില്ലേ. അത്രയ്ക്ക് ഞങ്ങൾ പിന്നെ എന്ത് മാഹാത്മ്യമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഭഗവാനോട് ചോദിക്കുകയാണ് ഇന്ദ്രസേന മഹാരാജാവ്. എന്നിട്ട് പറയാണ്,
ഈ നമസ്കാരത്തിന്റെ മാഹാത്മ്യം ഇല്ലെ, നമ്മളൊന്നും ഭഗവാനെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു മുട്ടുവരെ വന്നാൽ തന്നെ ഭഗവാൻ അനുഗ്രഹിക്കും. ഇങ്ങനെ ഒന്ന് കുനിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഭഗവാൻ അനുഗ്രഹിക്കും എന്നാ പറയാ. അപ്പൊ എത്രയാണ് അത് നമുക്ക് പറയാൻ വയ്യ, നിർണയിക്കാൻ വയ്യ എന്നൊക്കെ പറയാണ്. അപ്പൊ അദ്ദേഹം എന്നിട്ട് പിന്നെ ഭഗവാൻ തന്നെ ഈ വരുണപാശത്തിൽ നിന്ന് ഇന്ദ്രസേന മഹാരാജാവിനെ വിമോചിപ്പിച്ചു എന്നാ പറയാ. അപ്പൊ അവർ ശരിക്കും ബ്രഹ്മാവിനെ, പരമശിവനെ, പിന്നെ ഭഗവാനെ എല്ലാം നമസ്കരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോ സന്തുഷ്ടനായി ഭഗവാൻ അല്ലെ. ഇങ്ങനെയും ഐശ്വര്യ മതമൊക്കെ തീർന്നു, പിന്നെ പരിപൂർണ നിർമ്മലനായി ഇല്ലെ. അപ്പോ സുതലം എന്ന ഒരു സ്ഥലം അനുഗ്രഹിച്ചു കൊടുത്തല്ലോ. മഹാബലി സുതലത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അപ്പോ സുതലം എങ്ങനെയാണ്? സ്വർഗത്തേക്കാൾ സുന്ദരമാണ് അല്ലെ. അത് ഭഗവാൻ അങ്ങനെ ആക്കി തീർത്തു. എന്നിട്ടോ എന്തനുഗ്രഹമാണ് ഭഗവാൻ കൊടുത്തിട്ടുള്ളത്? അവിടെ നിറസാന്നിധ്യം, എപ്പോഴും ഞാൻ അവിടെ ഗതാപാണിയായിട്ട് അവിടെ നിന്നുകൊള്ളാം എന്ന് ഭഗവാൻ വന്ന് ആ ഭക്തന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്ദ്രസേന മഹാരാജാവ് സുതലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വർഗരാജ്യം വീണ്ടെടുത്തല്ലോ. അപ്പൊ അത് ഇപ്പൊ ഇന്ദ്രന്റെ അനുജനാണ്, അതിഥി ദേവിയുടെ പുത്രനാണ്, ഇന്ദ്രന്റെ അനുജനാണ്. അപ്പൊ ഉപേന്ദ്രൻ ആയിട്ടുള്ള അദ്ദേഹം സ്വർഗത്തിനെ വീണ്ടെടുത്തു, ഇന്ദ്രന് തിരിച്ചു നൽകുകയാണ്. പുരന്ദരൻ എന്നുള്ള ഒരു ഇപ്പോ നമ്മൾക്ക് ആലോചിക്കാം, എന്താണ് ഇന്ദ്രസേന മഹാരാജാവ് ഇവിടെ ചെയ്ത തെറ്റ് എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മന്വന്തര കഥാവർണ്ണനമാണല്ലോ ഈ അഷ്ടമസ്കന്ധത്തിന്റെ ലക്ഷണം, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ മന്വന്തരത്തിലും മന്വന്തര ഷഡ്കം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അപ്പൊ ഈ 6 പേരെ നിയോഗിക്കും. അത് ബ്രഹ്മാവ് ഇങ്ങനെ സ്ഥാനം പിന്നെ കൽപ്പിച്ചു നൽകുന്നതാണ്. അപ്പൊ ഓരോ ഇന്ദ്രൻ ഉണ്ടാവും, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സപ്തർഷികളുണ്ട്, ഭഗവാന്റെ ഒരു അവതാരം ഉണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയത്തില് പുരന്ദരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രനാണ് ഇത് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് തെറ്റിച്ചിട്ടാണ് പിന്നെ ഇന്ദ്രസേന മഹാരാജാവ് അവിടെ പോയി യുദ്ധമൊന്നും ചെയ്തില്ല. പിന്നെ പറയുന്നുണ്ട് തവ ചക്രാദഭീത എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ. അതുപോലും ഭയമില്ലാതായി തീർന്നിരുന്നു ഇന്ദ്രസേന മഹാരാജാവിന്. അസുര ചക്രവർത്തിയാണ്, ദൈത്യ രാജാവാണ്, അദ്ദേഹത്തിന് അങ്ങനെ തീർന്നിരുന്നു. അപ്പൊ അവിടുന്ന് അവരൊക്കെ പലായനം ചെയ്തു പോയി. ഇന്ദ്രന്മാരെ അവിടെ കണ്ടിട്ട്, ഇവരുടെ ശക്തി കണ്ടിട്ട് വിശ്വതി യാഗത്തിന് വരുമ്പോ അവിടുന്ന് പലായനം ചെയ്തു പോയി എന്നാണ് പറയുന്നത് കൃഷ്ണ. അപ്പോ എന്നിട്ട് എന്താ പറയുന്നത് എന്ന് വെച്ചാല്, ആ രാജ്യം, അതാണ് ഇന്ദ്രസേന മഹാരാജാവ് ചെയ്ത തെറ്റ്. അപ്പൊ അത് ആ ഐശ്വര്യ മതം വന്നുപോയി അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് ഭയമോ ചിന്തയോ ഒന്നുമില്ലാതെ നേർവഴിയിലേക്ക് കൊണ്ടുവന്നപ്പോ ആ മുഴുവൻ ദാനം ചെയ്ത് കൊടുത്തു, സർവസ്വം കൊടുത്തു. ഭഗവാനോട് എന്ത് പറഞ്ഞു? പിന്നെ ത്രിലോകത്തിനും ഈശാനം അഹം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ സർവം പ്രദാസിയെ എന്ന് പറഞ്ഞു. അപ്പൊ ആരോടാണത് സർവം പ്രദാസിയെ? സർവത്തിനും അധിപനായ ശ്രീ മഹാവിഷ്ണുവിനോട്. ഇപ്പൊ അന്ന് പറഞ്ഞില്ലേ, പറഞ്ഞ മാതിരി എന്താണ്, എല്ലാത്തിനും ഒരു എന്താ പറയാ, നിമിത്തം മാത്രം അല്ലെ. എല്ലാരും ഓരോന്നിനും നിമിത്തം മാത്രം സവ്യസാചി എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു നിമിത്തം, കസ്റ്റോഡിയൻ ആണ്. ഇപ്പൊ നോക്കൂ, ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരുടെ ചുറ്റും നമ്മളുടെ കയ്യിൽ ക്യാഷ് ഒക്കെ ഉണ്ടാവും എന്ന് വെച്ചാലും അവനവൻ അതുകൊണ്ട് അതെടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമില്ല. വി ആർ ഓൺലി കസ്റ്റോഡിയൻ, അവരൊക്കെ കസ്റ്റോഡിയൻ ഓഫ് ദറ്റ് തിങ് ഓൺലി. അപ്പൊ അങ്ങനെ മാത്രം ചിന്തിച്ച് ഈ ഭഗവാൻ തന്ന ഐശ്വര്യം ഞാൻ ഇതിനൊരു നിമിത്തം മാത്രമാണ് എന്ന് ചിന്തിക്കാനായിക്കൊണ്ട് ഇന്ദ്രസേന മഹാരാജാവ് അവിടെ ഒന്ന് മറന്നുപോയി എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. അപ്പൊ അത് ഭഗവാൻ ഒന്ന് ചെയ്ത് കാണിച്ചപ്പോ തന്നെ ഇന്ദ്രസേന മഹാരാജാവിന് ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോ ഈ രാജ്യം, ഈ സ്വർഗരാജ്യം അവിടുന്ന് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വീണ്ടും എടുത്തു. എന്നിട്ട് പിന്നെ ദേവേന്ദ്രന് നൽകി. അതിഥി ദേവിയെ കണ്ട് നമസ്കരിച്ചു. അതിഥി ദേവി സന്തോഷമായി. അവതാര ലക്ഷ്യം അതാണല്ലോ, അവതാര ദൗത്യം പൂർത്തിയാക്കി. ദേവമാതാവിന് വളരെ സന്തോഷമായി, ദേവിയെ സന്തോഷിപ്പിച്ചു. ദേവി എത്ര ഭാഗ്യവതിയാണ് അല്ലെ. കൗസല്യാദേവി രാമനെ പ്രസവിച്ചു, ദേവകി ദേവി, അതേപോലെ അതിഥി ദേവി ഇങ്ങനെ ഭഗവാനെ വാമനമൂർത്തിയായി പുത്രനായി കിട്ടാനായിക്കൊണ്ട് ആ ദേവി എത്രയൊരു ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഭക്തപ്രഹ്ലാദൻ, ഭക്തശിരോമണിയായ പ്രഹ്ലാദൻ വരികയാണ്. എന്നിട്ട് പറയണ സ്തുതിക്കാൻ തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരിക. അപ്പൊ കീർത്തനത്തില്, പിന്നെ ശ്രവണത്തില്, കീർത്തനത്തില് ഒക്കെ നമ്മൾ ഉദാഹരണമായിട്ട് ആരെയാണ് എടുക്കുക? ഭക്തപ്രഹ്ലാദനെയാണ് എടുക്കുക. ആ വംശജനാണ്, അദ്ദേഹത്തിന്റെ പൗത്രനാണ് അല്ലെ ഇന്ദ്രസേന മഹാരാജാവ്. അപ്പൊ ഭക്തൻ ശിരോമണിയായ പ്രഹ്ലാദൻ അവിടെ വരികയാണ്. എന്നിട്ടോ
പറയാണ് ദേവനോട്, ദേവാ പിന്നെ ബ്രഹ്മാതിദേവർക്ക് പോലും കിട്ടാത്ത, പിന്നെ ദേവിക്കോ ഭഗവതിക്കോ പരമശിവനോ ആർക്കും ലഭ്യമാകാത്ത ഈ കാരുണ്യം കിട്ടാനായിക്കൊണ്ട് ഞങ്ങൾ ഈ വംശജർ എന്താണ് ഒരു ഭാഗ്യം ചെയ്തിട്ടുള്ളത് എന്ന്, ഞങ്ങൾ ഇതിനൊന്നും അർഹരാണോ ഭഗവാനെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടോ അങ്ങ് എങ്ങനെയാണ് ഈ പിന്നെ ലോകമൊക്കെ സൃഷ്ടിക്കുന്നത്? എങ്ങനെയാണ്? യോഗമായയെ ആശ്രയിച്ചിട്ടാണ് അല്ലെ, യോഗമായയെ ആശ്രയിച്ചിട്ടാണ് ഈ ദൃശ്യപ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നത്. എന്നിട്ടോ അത് അങ്ങയുടെ ലീലയാണ്. അപ്പൊ നമ്മൾക്ക് അത് അങ്ങനെ ആലോചിക്കുക, ഭഗവാൻ അത് എങ്ങനെയാണ് ചെയ്യാൻ വെക്കുക? അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ബീച്ചിൽ പോകും. അപ്പൊ ആ നനഞ്ഞ മണ്ണ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഓരോ കുഞ്ഞു കുഞ്ഞു വീടായിട്ട് ഇങ്ങനെ അവരുണ്ടാക്കും. അവർക്ക് ആ കൗതുകം തീരുമ്പോ അവരെന്നെ അത് തട്ടിത്തെറിപ്പിച്ചു പോവുകയും ചെയ്യും. അത്ര ഒരു ലാഘവേ ഉള്ളൂ. ഇപ്പൊ നമ്മൾക്കറിയാം പിന്നെ ബ്രഹ്മമേവ സത്യം ജഗൻ മിഥ്യയാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം അത് ആണോ, നമ്മൾ സ്വപ്നം മാത്രത്തിൽ കാണുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോ തൽക്കാലം നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഉണർന്നാൽ ആണല്ലേ അറിയുള്ളൂ ഇത് സ്വപ്നമാണോ അല്ലയോ എന്നുള്ളത് എന്നാണ്. അപ്പൊ സകലരിലും അങ്ങയ്ക്ക് സമഭാവനയാണ് പറയുന്നുണ്ടല്ലോ. ആ ഒരു കാരണം കൊണ്ടാണ് നരസിംഹാവതാരത്തെ കുറിച്ച് തന്നെ പിന്നെ പറയാനുള്ള കാരണം. പരീക്ഷിത് മഹാരാജാവിന് സംശയം വന്നില്ലേ, ഇങ്ങനെ ഭഗവാന് ദേവന്മാരോട് കൂടുതൽ ഒരു ചായ്വുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ പറയുന്നത്. അപ്പൊ ഇതേ സംശയം യുധിഷ്ഠിര മഹാരാജാവിനും വന്നു എന്ന് പറയാം. പക്ഷെ ഭഗവാന് ഒരാളോട് ഇഷ്ടം ഉണ്ട്, കൂടുതലുണ്ട്, കുറവുണ്ട് എന്നുള്ളതൊന്നുമില്ല. ഭഗവാന് സമഭാവനയാണ് അല്ലെ. ആ സമഭാവനയാണെങ്കിലും ഭഗവാനെ അങ്ങ് എങ്ങനെയാണ്? കൽപ്പവൃക്ഷം പോലെയാണ്. ആശ്രയിക്കുന്നവർക്ക് അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ആശ്രയിച്ച ഭക്തന്മാർക്ക് അനുകമ്പ പ്രിയം ചെയ്യുന്നത് അങ്ങയുടെ ഒരു കാര്യമാണ്. അങ്ങ് അവർക്ക് പ്രിയം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോ നമ്മൾ ഇവിടെ എന്താ ആലോചിക്കുന്നത്? ഭക്തന്മാർക്ക് ഭഗവാൻ പ്രിയം ചെയ്യുന്നു. ഭക്തന്മാർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം. അപ്പോ മാത്രമായിട്ടാണോ നമ്മൾ ഈ പിന്നെ ഈശ്വര ചിന്ത ചെയ്യുന്നത്? ഹൈതുകീ ഭക്തിയാണോ? ഇപ്പൊ പറഞ്ഞില്ലേ ലൗകികീ ഭക്തിയാണോ? അലൗകികീ ഭക്തി ആവണം അല്ലെ. അപ്പോ പിന്നെ ഹൈതുകീ ഭക്തി ആവാൻ പാടുണ്ടോ? അതും പാടില്ല. പിന്നെ അഹൈതുകീ ഭക്തി ആവണം. ഇതെല്ലാം നമുക്ക് ഭാഗവതം തന്നെയാണ് പറഞ്ഞു തരുന്നത് അല്ലെ. അപ്പോ അങ്ങനെ നമ്മൾ സ്വയം ചിന്തിച്ച് മുന്നേറണം. അതിന് ഏതാണ് ഒരേ ഒരു മാർഗം? സത്സംഗം മാത്രമാണ് നമുക്ക് ഒരു മാർഗമുള്ളത്. സത്സംഗദ്വാര നമ്മൾ എന്ത് ചെയ്യണം? നേർവഴിയിൽ സഞ്ചരിക്കാനായിട്ട് പിന്നെ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മൾ പ്രാപ്തരാകും. പയ്യെ ആയിട്ട് നമ്മൾ പ്രാപ്തരാകും. അപ്പൊ പ്രഹ്ലാദൻ ഇങ്ങനെ സ്തുതിക്കുകയാണ്. പ്രഹ്ലാദന്റെ സ്തുതിയൊക്കെ കേൾക്കുമ്പോൾ നാച്ചുറലി ഭഗവാന് അല്ലെങ്കിൽ തന്നെ പ്രഹ്ലാദന് വലിയ ഇഷ്ടമാണ്. പ്രഹ്ലാദൻ ഇങ്ങനെ സ്തുതിക്കുന്നത് കേട്ടപ്പോ ഭഗവാന് വളരെ സന്തോഷമായിട്ട് ഭഗവാൻ അരുളി ചെയ്യുകയാണ്, പ്രഹ്ലാദ ഭക്ത അപ്പൊ നോക്കൂ, ഭക്ത പ്രഹ്ലാദ ഭദ്രം തേ എന്ന് പറയണം. നിനക്ക് ഭദ്രമായിരിക്കൂ നീ, നിനക്ക് എല്ലാം നല്ലത് വരട്ടെ എന്ന് പറയണം. നമുക്ക് ഇപ്പോ ഭഗവാൻ വന്നിട്ട് പേര് വിളിച്ച് പിന്നെ പ്രഹ്ലാദനോട് പറയുമ്പോ പ്രഹ്ലാദന് എത്രത്തോളം ഒരു സന്തോഷം ഉണ്ടായിരിക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ളതാണെങ്കിൽ, ഇപ്പൊ ദാവാഗ്നി സമയത്തില് കൃഷ്ണസ്വാമി എല്ലാവരെയും ഇപ്പൊ പിന്നെ വേണുഗീതം വായിക്കുമ്പോ പറഞ്ഞില്ലേ, നമ്മൾക്ക് കണ്ണ് കിട്ടിയതിന്റെ ഭാഗ്യം എന്താണ്? ഭഗവാനെ കാണാൻ പറ്റിയല്ലോ എന്നിട്ടാണ് ദേവികമാർ പിന്നെ ഗോപികമാർ പറയുന്നത് അല്ലെ. അപ്പൊ അതേമാതിരി പശുക്കളെ പേര് വിളിക്കും. പിന്നെ ഗോപന്മാരെയൊക്കെ പേര് വിളിച്ചിട്ടാ പറയാ, മാ ഭൈഷ്ട, ആരും ഭയക്കല്ലേ എന്ന് പറഞ്ഞിട്ടാ പറയും. സ്വനാമ്നം നിനദം ശ്രുത്വ, അവർക്ക് എന്താ പറയാ, അവ പ്രഹർഷിതാഹ എന്ന് പറയും, അവരൊക്കെ സന്തോഷിച്ചു എന്ന് പറയും. അപ്പോ ഈ പ്രഹ്ലാദ ഭക്ത എന്നൊക്കെ വിളിക്കുമ്പോ പ്രഹ്ലാദന് എത്രത്തോളം സന്തോഷം ഉണ്ടായിട്ടുണ്ടാവണം എന്നുള്ളതിന് ഒരു ചെറിയൊരു കാര്യം പറയാം. ഒരു റിയാലിറ്റി ഷോയില്, പിന്നെ തമിഴ് റിയാലിറ്റി ഷോ ആണ്. അപ്പോ സിംഗിങ് കോമ്പറ്റീഷൻ, അതില് അൾട്ടിമേറ്റ്ലി ആ കുട്ടി പിന്നെ ടൈറ്റിൽ വിന്നർ ആയി. പക്ഷെ അതില് ഇങ്ങനെ നമുക്ക് ഓസ്കാർ നായകൻ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഓസ്കാർ നായകൻ വന്നിട്ട് ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് വന്നു. അപ്പോ ഇൻവൈറ്റി ആയിട്ട് വന്നപ്പോ ഈ കുട്ടി ഹി വാസ് വർക്കിംഗ് ഇൻ IT. അപ്പൊ അവൻ ഒരു പാട്ട് പ്രസന്റ് ചെയ്തപ്പോ നന്നായി പാടി. അപ്പോ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു, സാർ നീങ്ക എന്നെ ഒന്ന് പേരെടുത്ത് കൂപ്പിടുകയാ എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു. അപ്പൊ ആ കുട്ടിയുടെ ആ സന്തോഷം കാണാനുണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്ന നമുക്കും സന്തോഷം തന്നു അന്ന്. ഇപ്പോഴും ഓർക്കുമ്പോഴും അങ്ങനെ. അപ്പൊ നമുക്ക് ഭഗവാൻ
പിന്നെ പ്രഹ്ലാദനെ എല്ലാം പേരെടുത്ത് വിളിച്ചു എന്ന് പറഞ്ഞാല് എന്തൊരു സന്തോഷമായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മതി മറന്ന് തന്നെ പോകും അല്ലെ. അപ്പോ ഇങ്ങനെ എന്നിട്ട് പറയാണ്, ഭക്ത നീ എന്ത് ചെയ്യൂ, പൗത്രന്റെ കൂടെ സുതലത്തിൽ പോയി താമസിക്കൂ, അവിടെ നിനക്ക് നിത്യം സദാസമയം നിനക്ക് എന്റെ ദർശനം ഉണ്ടാവും. ഞാൻ ഗദാപാണിയായിട്ട് ദുർഗാപാലകനായിട്ട് അവിടെ നിൽക്കാം അല്ലെ. ഈ ദുർഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ വിഷമങ്ങളെയും പാലിക്കുന്ന, അതെ ഞാൻ അതിൽ നിന്ന് നിന്നെ കാപ്പാത്താം, നിന്നെ അതിൽ നിന്ന് രക്ഷിക്കാം എന്നുള്ള ഒരിതില് ഭഗവാൻ പറയുന്നുണ്ട് അവിടെ. അപ്പൊ പിന്നെ ഈ ദർശനം സുഖം പിന്നെ പരമേശ്വരന് കിട്ടുന്നുണ്ടോ, ബ്രഹ്മാവിന് കിട്ടുന്നുണ്ടോ? സത്യലോകത്തില് ഒന്നുമില്ല. അവരൊക്കെ നമ്മൾ കാണാം, ദശമം തുടങ്ങുന്ന സമയത്ത് പിന്നെ എല്ലാവരും കൂടെ ക്ഷീരസാഗര മധ്യത്തിൽ പോയിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ്, ഭഗവാനെ കൃഷ്ണ ആയിട്ട് ഇങ്ങനെ ഒന്ന് നമ്മളുടെ ഭൂമിഭാരം തീർക്കാനായിട്ട് ഒന്ന് അവതാരിക്കൂ എന്ന് പറഞ്ഞു വരിക. പക്ഷേ നോക്കൂ, വാമനമൂർത്തി ഗദാപാണിയായിട്ട് സുതലത്തില് നിത്യം അവിടെ സന്നിഹിതനാണ് അല്ലെ. അപ്പൊ എന്നും എപ്പോഴും അനവരതം ഇവർക്ക് പിന്നെ ദർശനം കിട്ടുകയാണ്. അപ്പൊ പറയും, നമ്മൾ ദിവസവും അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശിച്ച് വന്നാൽ തന്നെ അത് കോടിജന്മ സുകൃതമാണ്, പുണ്യമാണ്. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഈ പിന്നെ പ്രഹ്ലാദൻ എന്തൊരു ഭാഗ്യമാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോ പ്രഹ്ലാദനോട് പറയും, നീ എന്നെ ഈ കാണുന്ന കാരണം നിനക്കുള്ള അജ്ഞാനം. നോക്കൂ, അത്രയും ഭക്തിമാനായ പ്രഹ്ലാദനോട് ഭഗവാൻ പറയുകയാണ്, നിനക്ക് എന്നെ കണ്ട് നിന്റെ അജ്ഞാനം ഇല്ലാതാവും, നീ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനാവും. അപ്പോ നിനക്ക് എന്താവും? അങ്ങനെ പറയുമ്പോ ബാക്കി സാധാരണ ജനങ്ങളൊക്കെ എമ്മാത്രം അല്ലെ. അപ്പൊ ഇത് ഇനി കുറെ കഴിയുമ്പോ പിന്നെ എന്താണ്, ശ്രീകൃഷ്ണ ഭഗവാൻ പോകുന്നുണ്ട് സുതലത്തില്. അപ്പോ മായയെ എങ്ങനെ ജയിക്കാം എന്നാണ് പിന്നെ മഹാബലി അവിടെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കും അത്രയും ഉന്നത തലത്തിലെത്തിയ ഭക്തന്മാർക്ക് പോലും കുറച്ച് കഴിഞ്ഞ് വീഴ്ച വന്നോ ആയിരിക്കാം, അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പോ സാധാരണ ജനങ്ങൾ എത്ര താഴത്തെ തട്ടിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഭക്തനോട് പറഞ്ഞു, നീ പൗത്രന്റെ കൂടെ സുതലത്തിൽ പോയി താമസിച്ചോളൂ എന്ന് പറയുമ്പോ പിന്നെ പ്രഹ്ലാദൻ എന്ത് ചെയ്തു? പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് സുതലത്തിലേക്ക് പോവുകയാണ്. അപ്പോ പിന്നെ ഇത് കഴിഞ്ഞപ്പോ ശുക്രാചാര്യരോട് പറയുകയാണ്, ഇപ്പോ യാഗം അവിടെ പരിപൂർണതയിൽ എത്തിയിട്ടില്ലല്ലോ. അപ്പോ ഇന്ദ്രസേന മഹാരാജാവാണെങ്കിൽ സുതലത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഭഗവാൻ ശുക്രാചാര്യരോട് പറയും, ഈ യാഗം പൂർത്തിയാക്കൂ എന്ന് പറയും. അപ്പോ ശുക്രാചാര്യർ പറയാണ്, ഈ യാഗത്തിന് എന്താണ് പരിപൂർണത ഇല്ലാതാവാൻ കാരണം അങ്ങയുടെ ഉത്തമ ഭക്തനായ ഇന്ദ്രസേന മഹാരാജാവ് ചെയ്ത, യജമാനായി അങ്ങേ ഉദ്ദേശിച്ച് ചെയ്ത ഒരു യാഗത്തില് അങ്ങ് തന്നെയാണ് ആരാണ് പിന്നെ എന്താ പറയുന്നത്, ഈ സർവകർമ്മത്തിന്റെ ഫലദാതാവ് ആരാണ്? അങ്ങ് തന്നെയാണ്. പിന്നെ അത്രയും സന്തോഷിച്ചതിനാൽ ആയിരിക്കണമല്ലോ അങ്ങ് സ്വമേധയാ വരികയും ദാനം സ്വീകരിക്കുകയും എല്ലാം ചെയ്തത്. പിന്നെ ഭക്തിപൂർവമാണ് അല്ലെ. എന്താണ് നമ്മൾ ഒരു സമർപ്പണ ഭാവത്തിൽ, കൃഷ്ണ ഒരു സമർപ്പണ ഭാവത്തിലാണ് പിന്നെ ഇന്ദ്രസേന മഹാരാജാവ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെ ചെയ്ത ഇന്ദ്രസേന മഹാരാജാവിന് എന്താണ് കിട്ടിയത്? ഭഗവാന്റെ പാദസ്പർശം കിട്ടി. പിന്നെ ഭഗവാന്റെ പാദതീർത്ഥത്താൽ നിർമ്മലനായില്ലേ, അപ്പൊ ശുദ്ധീകരിക്കപ്പെട്ടു, അനുഗ്രഹീതനായില്ലേ. ആ ഇന്ദ്രസേന മഹാരാജാവ് ചെയ്ത യാഗത്തിൽ എന്താണ് ഒരു പരിപൂർണത ഇല്ലാതാവാനുള്ള ഒരു വഴിയുണ്ടോ? അതിലൊരു ന്യൂനത വരാൻ ഒരു കാര്യവുമില്ല എന്ന് ശുക്രാചാര്യർ, വേദവിത്താണ് അല്ലെ, ശുക്രാചാര്യർ അവിടെ പറയുകയാണ്. എന്നിരുന്നാലും അപ്പോ പിന്നെ തെറ്റ് പരിഹരിക്കുന്നതിന് അങ്ങയുടെ നാമസങ്കീർത്തൻ എല്ലാ ഒരു യജ്ഞം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ശ്രാദ്ധ കാര്യങ്ങളാണെങ്കിലും ദേവകാര്യങ്ങളാണെങ്കിലും, അപ്പൊ അത് ചെയ്യുമ്പോൾ വാദ്യർ ഇങ്ങനെ കർത്താവിനോട് പറയും, കൃഷ്ണ 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 എന്നിട്ട് 7 പ്രാവശ്യം പറയൂ എന്ന് പറഞ്ഞ് അതവിടെ അതില് പരിസമാപ്തിയാക്കുക. എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ഭഗവാന്റെ നാമം ചെയ്യുമ്പോൾ അതൊരു കൃഷ്ണാർപ്പണമായി വരും എന്നുള്ള ഒരു കാര്യത്തില് പറയും. അപ്പൊ അതിന് ചൈതന്യ മഹാപ്രഭു എന്ത് പറയുന്നുണ്ട്, ഹരേർ നാമ നാമൈവ കേവലം കലൗ നാസ്തിയേവ ഗതിർ അന്യത. ഹരിയുടെ നാമമല്ലാതെ വേറൊരു കാര്യം ഇവിടെ ഗതിയായിട്ടില്ല കലിയില്. അപ്പോ അത് പിന്നെ 1 തരം 2 തരം 3 തരം പറയുന്ന മാതിരി അതും 3 പ്രാവശ്യം പറയുന്നുണ്ട്, ഇവിടെയും 3 പ്രാവശ്യം പറഞ്ഞ് അതവിടെ ഇങ്ങനെ അരക്കിട്ടുറപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നമ്മളങ്ങ് സ്വീകരിക്കുക. അപ്പോ പിന്നെ ഈ നാമസങ്കീർത്തനത്തിന്റെ മഹിമ ഏകാദശത്തില് പിന്നെ കൃത്യമായിട്ട് വളരെ വിപുലീകരിച്ച്
പറഞ്ഞു തരുന്നുണ്ട്. എന്നിരുന്നാലും ശുക്രാചാര്യർ പറയാണ്, ഭഗവാനെ അങ്ങ് പറഞ്ഞില്ലേ അങ്ങയുടെ ആജ്ഞ ഞാൻ പാലിക്കുകയാണ്. അപ്പൊ അങ്ങയുടെ ആജ്ഞ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഏവർക്കും അത് ശ്രേയസ്കരമാകും അല്ലെ. അപ്പൊ അങ്ങനെ ശ്രേയസ്കരമാകാൻ വേണ്ടി ശുക്ര മഹർഷി മറ്റു മഹർഷിമാരുമോടുമൊത്ത് ഈ യഥാവിധി യജ്ഞം സമാപിച്ചു. ഇവിടെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കാനുള്ളത്, ദക്ഷയാഗം ഇതേപോലെ ഒന്ന് മുടങ്ങി. പക്ഷെ ദക്ഷനെ തന്നെ കർത്താവാക്കി വെച്ചിട്ടാണ്, ആചാര്യനാക്കി വെച്ചിട്ടാണ് ആ യാഗം അവിടെ പരിപൂർണതയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ ഭഗവാൻ എന്തുകൊണ്ടായിരിക്കും പിന്നെ ഇന്ദ്രസേന മഹാരാജാവിനെ അവിടെ യാഗം പൂർത്തിയാക്കാൻ ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെയും കർമ്മബന്ധത്തിലേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ടാകും. പിന്നെ ലൗകിക കാര്യത്തിൽ മുങ്ങിയും പൊങ്ങിയും വരാൻ ഉള്ള ഒരു സാധ്യത, അത് ഭവസാഗരത്തില് സംസാര ബന്ധത്തിന് കാരണമാകും. പിന്നെ ജനന മരണ ഇതിലേക്ക് ഉഴലും ഇല്ലെ. പിന്നെ പുനരഭിജനനം മരണമാകും. പിന്നെ ഇനി എത്ര ജന്മം എടുത്താലാണ് ഒരു മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുക? അപ്പൊ അതിലും ഭഗവാന്റെ കാരുണ്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ എന്ത് ചെയ്യാം? പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഉടനെ പിന്നെ സ്വർഗത്തിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ശ്രീ ശുഖബ്രഹ്മം പരീക്ഷിത്ത് ഉത്തമ ശ്രോതാവ് അല്ലെ, പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? പിന്നെ അവിടെ വാമനമൂർത്തിയെ ദേവേന്ദ്രന്റെ അനിയനാണല്ലോ, ഉപേന്ദ്രനായി അഭിഷേകം ചെയ്തു. എന്നിട്ടോ എന്തിനൊക്കെയാണ്? വേദങ്ങൾക്ക്, യശസ്, സത്കർമ്മങ്ങൾ എന്നിവയുടെ രക്ഷയ്ക്കായിട്ട് വാമനമൂർത്തിയെ നാഥനാക്കി തീർത്തു എന്ന് പറയണം. അപ്പോ വാമനമൂർത്തിയിൽ നിന്നും അദ്ദേഹത്തിന്റെ രക്ഷ കാരണം തിരികെ കിട്ടിയ സ്വർഗത്തില് ഭയമില്ലാതെ ദേവേന്ദ്രനും ദേവന്മാരും വസിച്ചു എന്ന് പറയാണ്. പിന്നെ ഭൂമിയെ തിരിച്ചെടുത്തല്ലോ അല്ലെ, ത്രൈലോക്യനാഥനായിരുന്നതില് ഭൂമിയെ തിരിച്ചെടുത്തിട്ട് ഭൂപാലന്മാരുടെ അധീനതയില് ഭഗവാൻ കൊടുത്തു എന്നും പറയണം. അപ്പോ ഇനി ഇത് കഴിഞ്ഞപ്പോ അവിടെ വാമനമൂർത്തിയുടെ പ്രാദുർഭാവത്തിന്റെ ഏകദേശം പരിസമാപ്തിയിലേക്കായി. അപ്പോ ബ്രഹ്മദേവൻ, പരമശിവൻ, സനകാദികളുണ്ട് അവിടെ. എല്ലാ ഋഷീശ്വരന്മാരും എല്ലാവരും എന്ത് ചെയ്യാണ്? ഭഗവാന്റെ അവതാര ലീലകളെ പാടി, ഇതിൽ കൂടെ ജാമ്പവാനും ഉണ്ട് കേട്ടോ, ഭേരിയൊക്കെ മുഴക്കിന്നാ പറയാ. അപ്പൊ അവരവരുടെ സ്വസ്ഥാനങ്ങളിലേക്ക് അവരെല്ലാം പോയി എന്ന് പറയണം. അപ്പൊ പറയണം ഇനി അതിന്റെ ഒരു ഫലശ്രുതി ആയിട്ട് പറയണ, ഈ വാമന ചരിതം ഉണ്ടല്ലോ, അത് കേൾക്കുന്നവരുടെ പിന്നെ കീർത്തിക്കുന്നവരുടെ പാടുന്നവരുടെ എല്ലാ സകല പാപങ്ങളും തീരും എന്ന് ഫലശ്രുതി ആയിട്ട് അവിടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? അവരുടെ കുലം പോലും ശുദ്ധീകരിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഭഗവാന്റെ അദ്ഭുത ലീലകൾ ഉണ്ടല്ലോ, അവർണ്ണനീയമാണ് അല്ലെ. ആർക്കെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ഭഗവാന്റെ വിഭൂതികൾ ആർക്ക് മാത്രമാണ് അറിവിലുണ്ടാവുക? ഭഗവാന് മാത്രമേ ഭഗവാൻ എത്രയാണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഭൂമിയിലെ മൺതരികൾ ഭഗവാന്റെ എനിക്ക് കേൾക്കാം, ഭഗവാന്റെ അദ്ഭുത ലീലകൾ അവർണ്ണനീയമാണ്. അപ്പൊ ഭൂമിയിലെ മൺതരികൾ വേണമെങ്കിൽ ആർക്കെങ്കിലും ശ്രമിച്ചാൽ, പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ശ്രമിച്ചാൽ എണ്ണിത്തീർക്കാൻ പറ്റാമായിരിക്കും. എന്നിരുന്നാലും അത്ര പോലും എളുപ്പമല്ല. ഒരുപക്ഷെ എണ്ണി തീർത്താലും സാധിച്ചു എന്ന് വരാം, അത് സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഭഗവാന്റെ മഹിമ വർണ്ണിച്ചു തീർക്കാൻ പ്രയാസമാണ്. ഓക്കെ, അത് പിന്നെ വേദത്തില് വസിഷ്ഠ മുനി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് അങ്ങനെ തന്നെ വ്യാസർ ഇതിലേക്ക് കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ശ്ലോകം ഉണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ. പാരം മഹിംന ഒരു വിക്രമതോ ഗൃണാനോ യഃ പാർത്ഥിവാനി വിമമേ സ രജാംസി മർത്യ കിം ജായമാന ഉദജാത ഉപൈതി മർത്യ ഇത്യാഹ മന്ത്രദർശിഭിഃ പുരുഷസ്യ യസ്യ. അപ്പൊ എന്താ പറയുന്നതെന്ന് പറഞ്ഞാല് പിന്നെ മന്ത്രങ്ങളെ കണ്ടറിഞ്ഞിട്ടുള്ള വസിഷ്ഠ മഹർഷി പറഞ്ഞിട്ടുള്ളതാണ്, നതേ വിഷ്ണു ജായമാനോ, ജനിച്ചവർക്കോ ജനിക്കാൻ പോകുന്നവർക്കോ ആർക്കും ദേവ മഹിംന പരമന്തമാപ, ദേവനായ വിഷ്ണു അങ്ങയുടെ മഹിമയെ ആ മഹിമയാകുന്ന സമുദ്രത്തിന്റെ മറികട കടക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കാനും പോകുന്നില്ല എന്നവിടെ പറഞ്ഞു വെച്ചു. അപ്പോ എന്നിട്ട് എന്ന് ആ ഫലശ്രുതി അവിടെ പറഞ്ഞു വെച്ചു. എന്നിട്ടോ ഈ വാമനചരിതം സത്കർമ്മങ്ങൾ, അപ്പോ ദേവ കാര്യങ്ങളായാലും പിതൃകാര്യങ്ങളായാലും ശ്രാദ്ധാദികളാണെങ്കിലും പിന്നെ മനുഷ്യർക്ക് ഗുരുപൂജ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കർമ്മങ്ങളാണല്ലോ ചെയ്യുന്നത്. ഈ സമയങ്ങളില് ഈ വാമനചരിതം പാടുകയാണെങ്കിൽ ആ യജ്ഞം
യഥാവിധി പൂർണ്ണമായിട്ട് ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു ഫലം സിദ്ധിക്കാനായിട്ട് സാധിക്കും എന്ന് അവിടെ ഫലശ്രുതി പറഞ്ഞു വെച്ചു. അപ്പൊ വാമനചരിതം വായിക്കാൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇനിയിപ്പോ നമ്മള് ഇത്ര പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവിടെ പരിപൂർണമായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ ഈ പ്രഹ്ലാദ വംശജർ ഉണ്ടല്ലോ, എത്ര ഭാഗ്യവാന്മാരാണ് അല്ലെ, എത്ര അവതാരമാണ് അവരുടെ ഇതിലുള്ളത്. നരസിംഹാവതാരം ഉണ്ട്, ഭക്തപ്രഹ്ലാദന് അത്ര ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചതാണ്. അപ്പൊ ഈ പിന്നെ ഐശ്വര്യം അതുണ്ടെങ്കിലും പറയണ്ട സർവം പ്രദാസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാനാണ് എന്ന് പിന്നെ ശുക്രാചാര്യര് പറയുമ്പോ പറയുന്നുണ്ട് എന്ത്, എല്ലാരെയും ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് കൈ പിന്നെ ഇങ്ങനെ കമുത്തി വെക്കുക. എന്റെ അടുത്ത് ഇങ്ങനെ മലത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ഒരു ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും കൊടുക്കും, ഭഗവാന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇന്ദ്രസേന മഹാരാജാവ് മഹാബലി കൊടുക്കുന്നത് അല്ലെ. അപ്പോ ആ വംശത്തിലുള്ളവർ എത്ര ഭാഗ്യാണ്. ഇനി നോക്കൂ, ഇപ്പൊ വാമനാവതാരമായി, വാമനാവതാരത്തിൽ എത്രയാണ് വിശ്വരൂപ ദർശനം ഉണ്ട്, അവിടെ ഉരുക്രമനായി, ത്രിവിക്രമനായി അല്ലെ. ഉലകളന്ത പെരുമാൾ എന്ന് പറഞ്ഞിട്ട് കാഞ്ചീപുരത്തിലൊരു മഹാക്ഷേത്രം ഉണ്ട്, ദിവ്യ സ്ഥലങ്ങളിൽ ഒന്നാണ്, 108 ദിവ്യക്ഷേത്രങ്ങളുണ്ട് അവർക്ക്. അതില് ഒന്നാണ് ഉലകളന്ത പെരുമാൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആകാശഗംഗ വന്നു. അപ്പൊ എത്ര അത്യത്ഭുതമായ ഒരു വാമനാവതാരമാണ് അവർക്ക് കിട്ടിയത്. ഇനിയോ അടുത്തത് പിന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രഹ്ലാദനോട് ഭഗവാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വംശത്തിൽ ആർക്കെങ്കിലും ഒന്ന് പാത തെറ്റിയിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഭക്തന്മാരൊക്കെ തന്നെയാണ്, ഒന്ന് പാത തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നേർവഴിക്ക് കൊണ്ടുവന്ന് ഞാൻ പിന്നെ ശരിയാക്കിക്കോളാം, പക്ഷെ അവരെ ആരെയും ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞിട്ട്, നിഗ്രഹം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് കാണാം കൃഷ്ണാവതാരത്തില് ബാണന്റെ കഥയുണ്ട്. അപ്പൊ ബാണൻ പ്രഹ്ലാദ വംശജനാണ്, പിന്നെ വിന്ധ്യാവലിയുടെയും ഇന്ദ്രസേന മഹാരാജാവിന്റെയും പുത്രനാണ്. ബാണൻ ഭക്തനാണ്, പക്ഷെ എന്നാലും ബാണന് അഹങ്കാരം ഉണ്ടായിരുന്നു. അത് മുഴുവൻ കൃഷ്ണസ്വാമി ആയിട്ട് അത് തീർത്തു കൊടുത്തു. അപ്പൊ അതും നമ്മൾക്ക് ഇവിടെ പറയാം. അവിടെ എന്താണ്, പിന്നെ അനുഗ്രഹ ശിക്ഷകളാണ് അല്ലെ അതെല്ലാം. അപ്പോ അതിന്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും, മധുരമായിരിക്കും. ഇറ്റ് വിൽ ബി സ്വീറ്റ് ഓൺലി, നോ റൈറ്റ്. അപ്പൊ എന്നിട്ട് ഈ നവവിധ ഭക്തി ഉണ്ടല്ലോ, അതില് ശ്രവണത്തിനും കീർത്തനത്തിനും ആരാണ്, പ്രഹ്ലാദ ആണ് നമ്മൾ പറയാം. ആത്മനിവേദനത്തിനോ മഹാബലിയാണ് പറയാ. നോക്കൂ, എല്ലാം ഇരുന്നിട്ടും ഒരു ക്ഷണത്തില് എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞാലും അദ്ദേഹം പതറിയില്ല, ഭയം വന്നില്ല, ഒന്നും വന്നില്ല, നേരെ തല കുനിച്ച് കാണിച്ചു കൊടുത്തു അല്ലെ, എനിക്ക് അനുഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനെന്ത് കിട്ടിയത്, പിന്നെ യശോദാമ്മയ്ക്ക് വായില് എല്ലാം കണ്ട പോലെ പാദത്തില് പിന്നെ ഭഗവാന്റെ പാദത്തില് ത്രിലോകത്തിനെയും കാണാൻ പറ്റി. പിന്നെ ഭഗവാന്റെ പാദത്തിന്റെ സ്പർശം കാരണം ശുദ്ധീകരണവും നടന്നു അല്ലെ. അപ്പൊ എത്രത്തോളം ഭഗവാനാണ് മഹാബലി എന്ന് പറയണം. പിന്നെ നമുക്കിങ്ങനെ നോക്കുകയാണെങ്കിൽ വാമനാവതാരത്തില് നിഗ്രഹം ഇല്ല ഇല്ലേ, ബാക്കി എല്ലാ അവതാരങ്ങളിലും എന്താണുള്ളത്, നിഗ്രഹമുണ്ട്. ഇവിടെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ശിക്ഷ ചെയ്ത് അനുഗ്രഹിച്ച് പിന്നെ ഈ വാമനാവതാരത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്. ഭഗവാന്റെ വിജയമാണ്, ഭക്തന്മാരുടെ വിജയമാണ്. അതിഥി ദേവിക്ക് സന്തോഷം. നമ്മൾ പറയും, സോറി, പിന്നെ ചില സിനിമകളിലൊക്കെ പറയും, ഇതില് വന്നിട്ട് എല്ലാ പിന്നെ ക്യാരക്ടേഴ്സിനും നല്ല ഒരു പ്രോപ്പർ ക്ലോഷർ കിട്ടി എന്നാണ് പറയാ അല്ലെ. എസ്പെഷ്യലി ഇൻ മണിച്ചിത്രത്താഴ് പറയും, സോറി. അപ്പൊ അതിൽ ഓരോ ക്യാരക്ടറെയും എടുത്തെടുത്ത് പറയും. ആ പിന്നെ ക്ലൈമാക്സിൽ ഓരോരുത്തർക്കും ഒരു പ്രോപ്പർ ക്ലോഷർ കൊടുക്കും. അത് ഉപമയായിട്ട് എടുക്കല്ല, പക്ഷെ നമുക്ക് ഓർക്കാനായിട്ട്. വാമനാവതാരത്തിൽ എങ്ങനെയാണ്, അതിഥി ദേവിക്ക് സന്തോഷം. അതിഥി ദേവിയുടെ പ്രാർത്ഥന കൊണ്ടാണ് പിന്നെ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ജനിച്ചത്. അതിഥി ദേവിക്ക് സന്തോഷം. എങ്ങനെ, മക്കൾക്കെല്ലാം സ്വർഗം തിരിച്ചു കിട്ടി, സോറി ആ വേർഡ് യൂസ്, സ്വർഗം തിരിച്ചു കിട്ടി. ദിതി ദേവിക്ക് സന്തോഷം. എന്തേ, പിന്നെ ഇന്ദ്രസേന ദൈത്യമാർക്കൊക്കെ ഇവരുടെ ഇതൊക്കെ പോയി ഇല്ലേ, സ്വർഗത്തിൽ നിന്ന് അവരെ ഓടിപ്പിച്ചു. എന്നിരുന്നാലും സ്വർഗത്തെക്കാളും നല്ല ഒരു സുതലം എന്ന പ്രദേശത്താണ് അവര് ഇനി താമസിക്കുക. അപ്പോ ദിതി ദേവിക്കും സന്തോഷം. അപ്പോ പ്രഹ്ലാദന് സന്തോഷം, തന്റെ പൗത്രൻ ഇത്രയും ഒരു ഭാഗ്യം കിട്ടിയില്ലേ, ഇത്രയും ഒരു അനുഗ്രഹം കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദന് സന്തോഷം. മഹാബലിക്കോ, ഐശ്വര്യ മതം വന്ന മഹാബലിക്ക് സന്തോഷം. എന്താണ്, എന്താ കിട്ടിയില്ല, പിന്നെ അനുഗ്രഹ വർഷം, ഇങ്ങനെ മഴ 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 പോലെയാണ്. ഓരോന്ന് ചോദിച്ചിട്ടല്ല, ഇങ്ങനെ കൊട്ടി കൊട്ടി കൊടുക്കുക എന്ന് പറയും കേട്ടോ. അപ്പൊ കൊടുക്കുന്ന ഭഗവാൻ പൂരയിപ്പിച്ചിട്ട് കൊടുക്കാന്ന് പറയും. അപ്പൊ അതേമാതിരി അങ്ങനെ കൊടുത്തു എന്നാണ് പറയാ. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ നോക്കൂ, അത് അതിന് പ്രമാണം ഇല്ല, എന്നാലും
സ്ത്രീരത്നാണ് കേട്ടോ വിന്ധ്യാവലി. വിന്ധ്യാവലിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. ഇപ്പൊ സാധാരണ ഇന്ദ്രസേന മഹാരാജാവ് ഈ ദാനം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴും ഭാര്യ ഇങ്ങനെ നമുക്ക് നമ്മുടെ ആചാരത്തിൽ ദാനം ഇങ്ങനെ കൊടുക്കുമ്പോ ആ പിന്നെ ദക്ഷിണയില് ഭാര്യ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഒരു ഉദ്രണി ജലം കൊടുക്കണം. ആ ജലം കൊടുക്കാൻ ഇത്രയും ശുക്രാചാര്യർ പറഞ്ഞപ്പോ എടുക്കാൻ വേണ്ട എന്ന് പറയാനായിട്ട് വിന്ധ്യാവലിക്ക് ചെയ്തിരിക്കാം. പക്ഷെ ആ സ്ത്രീരത്നം അത് ചെയ്തില്ല. അവർക്ക് എന്ത് ബോധം ഉണ്ടായിരുന്നു? ഈശാവാസ്യം ഇതം സർവം, ഇതെല്ലാം ഭഗവാനെയാണ്, ഇതെല്ലാം നമ്മളുടെ കയ്യിൽ ഒന്ന് തന്നു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭഗവാൻ തന്നു, ഇപ്പൊ ഭഗവാൻ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാരായണീയത്തിൽ പറയും കേട്ടോ. പിന്നെ ചിത്രം ആ ശ്രീരത്നം ഒഴിച്ചു തന്ന ആ ഉദകപൂർവ്വമാണല്ലോ ദാനം ചെയ്യുക. ആ ഉദകത്തിന്റെ നനവ്, ഈറം, പിന്നെ ഭട്ടതിരി നോക്കൂ എന്റെ കയ്യിൽ ഇതിപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു സംവാദ രൂപത്തിലാണല്ലോ അല്ലെ നാരായണീയം. അപ്പൊ അവിടെ ഇങ്ങനെ ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട്, അതൊക്കെ ഒരു സാക്ഷിയാണ് അല്ലെ. അപ്പോ എന്നിട്ട് പിന്നെ ഒന്ന് പറയും, വാമനമൂർത്തിയെ കണ്ടപ്പോ പിന്നെ വിന്ധ്യാവലിക്ക് ഒരു മാതൃസ്നേഹം വന്നു അത്ര. അപ്പോ അത് കാരണം കൊണ്ടാണ് കൃഷ്ണാവതാര സമയത്തില് പൂതനയായിട്ട് വരികയും മാതൃസ്ഥാനം ഭഗവാൻ കൊടുത്ത് പിന്നെ മോക്ഷത്തിലേക്ക് എത്തിയതും എന്ന് പറയും. ഇതിന് പ്രമാണമില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ അവർക്കും മോക്ഷം ലഭിച്ചു. അപ്പൊ പിന്നെ ഇനി അടുത്തത് ഒരു മഹാത്മാവിന് പിന്നെ എന്താ പറയാ, ഗുരോർ അനുഗ്രഹേണ ഏവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ അല്ലെ. അപ്പോ ശുക്രാചാര്യർ ഒരു നല്ല ഒരു ശിഷ്യനെ വാർത്തെടുത്തു അല്ലെ. അവിടെ പിന്നെ വെറുതെ എങ്കിലും പറഞ്ഞിട്ടാണ് മാറുമോ എന്ന് നോക്കിയിട്ടാണ് പറഞ്ഞത്. ശുക്രാചാര്യർക്ക് അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതൊക്കെ ശുക്രാചാര്യർക്ക് അറിയാതെയല്ല. എന്നാലും ശുക്രാചാര്യർ എന്ത് ചെയ്തു, പിന്നെ പറഞ്ഞു, ഒരു നല്ലൊരു ശിഷ്യനെ വാർത്തെടുത്ത് ശുക്രാചാര്യന് ഭഗവാൻ കൊടുത്തു ഒരു സമ്മാനം. എന്താണ്? ശുക്രാചാര്യരുടെ മോളാണ് ദേവയാനി, ദേവയാനിയുടെ പുത്രനാണ് യദു. ആ വംശത്തില് കൃഷ്ണസ്വാമി അവതരിച്ചു അല്ലെ. അപ്പോ ഒരു സമ്മാനം കിട്ടി. ഇനി പിന്നെ ജാമ്പവാന് കിട്ടിയ ഒരു സമ്മാനം എന്താ? രാമാവതാരത്തില് രാമനെ സേവിക്കാൻ പറ്റി. പിന്നെയോ എന്നിട്ട് അതിനുള്ള അവസരം കിട്ടി, നല്ല ബഹുമാനം കിട്ടി. കൃഷ്ണാവതാരത്തിലോ സ്വന്തം പുത്രിയെ ജാമ്പവതിയെ കൃഷ്ണസ്വാമി വിവാഹം ചെയ്തു അല്ലെ. അപ്പൊ അതാണ് ജാമ്പവാന് കിട്ടിയ സമ്മാനം അല്ലെ. അപ്പോ ഭഗവാൻ എല്ലാരെയും സന്തോഷിപ്പിച്ചു. അപ്പോ സാധാരണ എല്ലാവരും എന്താ പറയാ, നമ്മള് ചെയ്യുന്ന ഓരോ കാര്യവും ഭഗവാൻ സന്തോഷിക്കാനായിട്ട് വേണം നമ്മൾ ചെയ്യാൻ അല്ലെ. ഹരി തോഷയ പ്രസീത അതിനു വേണ്ടിയിട്ടായിരിക്കണം ഓരോ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നത്. അത് ഭാഗവതം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അധഃകുംഭിർ വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശാഹ സ്വനിഷ്ഠിതസ്യ ധർമ്മസ്യ എന്തിനായിക്കൊണ്ട് സംസിദ്ധിർ ഹരിതോഷണം. ഹരിതോഷണമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം അല്ലെ. അത് ഭാഗവതം ഓരോന്നും ഭാഗവതം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിങ്ങനെ അയച്ചിട്ട് ഭഗവാന് സന്തോഷിക്കാനായിട്ട് ഗുരുവായൂരപ്പ പ്രസീത ഗുരുവായൂരപ്പ തോഷയ എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെയാണ് പിന്നെ ഭാഗവത്തിൽ ഇത് ഉപസംഹരിക്കുന്നത്. നമുക്കും ഈ അക്ഷരപ്പൂക്കൾ ഭഗവാന്റെ ശ്രീപാദ പത്മങ്ങളില് അങ്ങനെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും. ആദ്യം ഞാൻ നമസ്കാരം പറയാൻ വിട്ടുപോയി, സജ്ജനങ്ങൾക്കൊക്കെ. ഇപ്പൊ ഭാഗവത കുടുംബത്തിൽ അത് ഇടയിൽ എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് ഒരു ചെറിയൊരു ഇതാണ്. അപ്പോ പിന്നെ ഭാഗവത കുടുംബത്തിലുള്ള എല്ലാ ഭാഗവത പ്രേമികൾക്കും ഞാൻ നമസ്കരിക്കുകയാണ്. മനസ്സാ ഞാൻ നമസ്കരിക്കുകയാണ്. അപ്പൊ ഹരി തോഷയ എന്ന് തന്നെ നമ്മളും പറയാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ അക്ഷരപ്പൂക്കൾ ഇങ്ങനെ ഭഗവാന്റെ തൃപാദങ്ങളിൽ ഇങ്ങനെ അർപ്പിക്കുകയാണ്. കൃഷ്ണ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീമന്നാരായണായേതി സമർപ്പയാമി. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത വിഷയങ്ങളിലേക്ക് കടത്തി ചിന്തിച്ചു. അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, എല്ലാവരെയും ഭഗവാൻ ഒരേപോലെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന ഒരു രംഗം. അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് ഭഗവാൻ പറയുന്നത് അത് തന്നെയാണ്. പാണ്ഡവരും ഭഗവാനൊന്നും ചെയ്യുന്നില്ല. ആക്ച്വലി ഭഗവാനൊന്നും ചെയ്യുന്നില്ല. ഈ ഭക്തി എല്ലാം കൂടി ഒരുമിച്ച് അവിടെ വന്നു എന്നുള്ളതാണ്. ദ്വേഷഭക്തി, സ്നേഹഭക്തി അല്ലേ, വാത്സല്യഭക്തി എല്ലാം കൂടി ഒരുമിച്ച് അതിനകത്ത് വന്നു.
ഭഗവാൻ എന്ന് പറഞ്ഞത് എന്താണ് കോൺസ്റ്റന്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ എടുക്കാൻ സാധിക്കും. ഇപ്പൊ കൗരവരും പാണ്ഡവരും, കൗരവരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, അതാണല്ലോ മറ്റേ സപ്തമസ്കന്ധത്തിലും പറയുന്നത്. എന്തായാലും അത് സൂപ്പർ പോയിന്റ് ആയിരുന്നു. ആ മഹാബലി ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പോയിന്റ്, അത് നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നിയത്. എന്തായാലും വളരെയധികം സന്തോഷം. എന്തായാലും അത് ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മനസ്സിലായെങ്കിലും കുറച്ചുകൂടെ കൂടിയോന്ന് സംശയമുണ്ട് ഇപ്പൊ അല്ലേ. കാരണം ധാരാളം കാര്യങ്ങൾ നമുക്കതിൻ്റെ ആ സംസാരത്തിൽ നിന്ന് അറിയാൻ പറ്റും. ഒത്തിരി ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അതാണ് ഈ സ്പീഡ് കൂടുന്നത്. എനിക്കിത് മുഴുവൻ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കരുത്. എനിക്കും പണ്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ നിർത്തിയ പരിപാടി. കാരണം ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴക്കി പറഞ്ഞിട്ട്. പിന്നെ ഒന്ന് സമാധാനമായിട്ട് പറയും. എന്തായാലും വളരെയധികം നമുക്ക് നമ്മളെ ഈ മധ്യാഹ്നത്തിൽ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി കുറച്ച് നേരത്തേക്ക് അല്ലേ. ധാരാളം ഇനിയും ധാരാളം വേദികളും ധാരാളം പറയാനും, നാരായണീയം വായിക്കാനും ഭാഗവതം വായിക്കാനും, അതുപോലെ തന്നെ സ്വന്തമായിട്ട് സാധന ചെയ്യാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും ഒക്കെ ഗുരുവായൂരപ്പൻ വേണ്ട പോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വേദിയിൽ നമുക്ക് കണ്ണനോട് പ്രത്യേകം ആവശ്യപ്പെടാം.